ജലന്ധറിലാണുള്ളത്. പഞ്ചാബിലെ ജലന്ധർ അല്ല, ഇത് ഇടുക്കി മൂലമറ്റത്തെ ജലന്ധർ. ഇത് സർദാർമാരും സർദാറിണിമാരും ഇല്ലാത്ത ഒരു ജലന്ധറാണ് എന്ന് പറയാം. എങ്ങനെയാണ് ചേട്ടാ ഈ നാടിന് ഈ ജലന്ധർ എന്ന പേര് വന്നത്? ഒരു പിള്ളാച്ചനുണ്ടായിരുന്നു, VS ഗോപിനാഥൻ നായർ എന്ന് പറഞ്ഞത്. പുള്ളി കഞ്ചാവ് വലിച്ച് പുള്ളിയായി പേരിട്ടത് ജലന്ധർ സിറ്റിയിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ കൂടെ UDF സ്ഥാനാർത്ഥി ഓമന ജോൺസൺ ഉണ്ട്. ജലന്ധറിൽ വല്ല പഞ്ചാബി വോട്ടർമാരും ഉണ്ടോ? ഞങ്ങൾ കയറി അവിടെ ഒന്നും കണ്ടില്ല. അപ്പച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും ജലന്ധറിന് ജലന്ധർ എന്ന പേര് വന്നതിനെപ്പറ്റി പല കഥകൾ നാട്ടുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. എല്ലാം ഇടുക്കി ഡാമിനോടൊപ്പം പണി കഴിപ്പിച്ച മൂലമറ്റം പവർ ഹൗസ് നിർമ്മിക്കാനെത്തിയ അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികളെയും അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കളെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. പവർ ഹൗസ് വന്ന കാലത്ത് അവര് പുറത്തുനിന്നുള്ള സായിപ്പന്മാരായിരുന്നു ഇവിടെ പണിയും കനേഡിയൻ. അവരിവിടെ താമസിക്കാൻ വന്ന സമയത്ത് അവരുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയം കൊണ്ട് ജലന്ധർ എന്നൊരു പേരങ്ങിട്ടതാണ്. അത് 60 കാലഘട്ടങ്ങളിലാണ് നമുക്കിവിടെ പവർ ഹൗസ് പണി വന്നത്. അന്നേരം അവിടെ നിന്നുള്ള ആൾക്കാരാണ് നമുക്കിവിടെ പണിയാൻ വന്നത്. അങ്ങനെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ജലന്ധർ എന്നൊരു പേര് നമുക്കിവിടെ വന്നത്. ജലന്ധറിലും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമാണ്. LDF സ്ഥാനാർത്ഥി ഗീത പ്രദേശത്തെ ഊരുമൂപ്പത്തിയാണ്. മറ്റു 2 സ്ഥാനാർത്ഥികളും വീട്ടമ്മമാർ. നാടിന്റെ പേര് വെച്ച ബോർഡുകൾ വഴിയിലെങ്ങും സജീവമായതോടെ ജലന്ധർ എന്ന പേരും പേര് വന്ന വഴിയും ഇവിടെ വീണ്ടും ചർച്ചയാവുകയാണ്. മീഡിയ 1 ഇടുക്കി.